ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയ കിച്ചൻ ടിപ്സ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. ഒരുപാട് അച്ചാറിൻ്റെ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു വെക്കണം. ഇന്ന് ഇട്ടേക്കുന്നത് ഇരുമ്പുപുളി അച്ചാറാണ്. ഇരുമ്പുപുളി നമ്മുടെ വീടുകളിലെല്ലാം കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇരുമ്പുപുളി വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം ഇടാൻ പോകുന്ന ഒരു വെള്ള അച്ചാറാണ്. വെള്ള അച്ചാർ ഇടുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല കുഴമ്പ് രൂപത്തിൽ ഇരിക്കുകയും ചെയ്യും. ഒരുപാട് വെള്ളമില്ലാതെ നമുക്ക് തയ്യാറാക്കാം. നമ്മൾ വിനാഗിരി ഒന്നും ഈ അച്ചാറിന് ചേർക്കുന്നില്ല. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേരാം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇവിടുന്ന് അച്ചാറിടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഇരുമ്പും പുള്ളിയാണിത്. ഇത് നമ്മൾ വെള്ള അച്ചാറാണ് ഇടുന്നത്. ഇത് നമുക്കൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. നല്ലപോലെ മണ്ണും പൊടിയൊക്കെ കാണും. കഴുകി വൃത്തിയാക്കിയൊന്ന് വെള്ളം തോരാൻ വെക്കാം. നമ്മുടെ പുളിയെല്ലാം ഇവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് തോരട്ടെ. തോന്നിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ പുളിയെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഇതെങ്ങനെ അച്ചാറിടുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ അച്ചാറിടാൻ വേണ്ടി ഒരു അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ വെള്ളയ്ക്കാണ് ഇടുന്നത്. മുളക് പൊടി ചേർക്കാതുള്ള അച്ചാറാണ്. അതിന് നമ്മൾ നല്ലെണ്ണയെക്കാട്ടിലും നല്ലത് വെളിച്ചെണ്ണയാണ്. മുളക് അച്ചാർ ഇടുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് കൂടുതലും. വെളിച്ചെണ്ണ നല്ലെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കും. പക്ഷേ വെള്ള അച്ചാറിടുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുവും നല്ലപോലെ ഒന്ന് മൂത്ത് പൊട്ടട്ടെ. കടുക് ഉലുവയെല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്ന കായമാണ്. കായപ്പൊടിയല്ല, കായ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു 2-2.5 സ്പൂൺ കായമുണ്ട്. കായ വെച്ചിട്ട് തോനെ ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കായ നേരത്തെ ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. പൊടിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നല്ലപോലെ ഒന്ന് മുരിച്ചെടുത്താൽ മതി. പൊടി ഇടുന്നതിനെക്കാട്ടിലും നല്ല മണമായിരിക്കും ഇങ്ങനെ ഈ കട്ടക്കായ ഇട്ടാൽ. നല്ലപോലെ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മുടെ കായ ഇവിടെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 1/2 കപ്പ് വെളുത്തുള്ളി അല്ലിയുണ്ട്. വെളുത്തുള്ളി അല്ലി എത്ര ഇട്ടാലും നമ്മൾ വെള്ള അച്ചാറിടുന്നതിന് നല്ലതാണ്. രുചി കൂടുകയും ചെയ്യും. വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഫ്ലെയിം ഇത്തിരി കുറച്ചാണ് ഇരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കിടന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഞാൻ ഈ ഇരുമ്പുപുളി മുളക് അച്ചാർ ഇട്ടത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയിൽ അച്ചാർ ഇടുന്നത് അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് 4-5 വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് നാടി വരണം. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ലപോലെ വാരിയിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. കാന്താരി മുളക് ഇല്ലെങ്കിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഇത്തിരി കൂടെ നല്ലത്. കാന്താരി മുളക് ഇടുമ്പോൾ തീ കുറച്ച് വെച്ചേക്കണം, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടിയുടെ പച്ചപ്പ് ഒന്ന് മാറട്ടെ. വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയുടെ പൊടിയാണ്, എന്നാലും ഒന്ന് ചൂടാവുന്നത് നല്ലതാണ്. എണ്ണയിൽ കിടന്ന് മഞ്ഞളിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ.
ഓരോ അച്ചാർ ഇടുമ്പോഴും ഓരോ ടേസ്റ്റ് വരണമെങ്കിൽ അത് വ്യത്യസ്തമായ രീതിയിൽ ഇടണം. പിന്നെ എത്ര നാൾ വേണമെങ്കിൽ ഈ അച്ചാറൊക്കെ പുറത്തിരുന്ന കേടായി പോകത്തൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പുളി ഇട്ട് കൊടുക്കും. ഒരുപാട് അങ്ങ് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞതില്ല, ഇടത്തരം വലിയ കഷ്ണമായിട്ട്, വലിയ പുളി തന്നെ ആയിരുന്നു. അതുകൊണ്ട് 4 കഷ്ണിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ പുളി അച്ചാറിന്. ഈ പുളിയിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങിക്കോളും. പ്രത്യേകിച്ച് വെള്ളവും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോഴേ പുളിയുടെ വെള്ളം ഇറങ്ങും. പുളി തന്നെ വെള്ളമല്ലേ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചേക്കാം. അല്ലാതെ നമുക്ക് ഉപ്പിടാം. ഞാനൊരു 2 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് പോരായിരിക്കും, ഇനി ഇടേണ്ടി വരും. എന്നാലും ഇട്ട് ഇളക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇനി അടി കൂട്ടി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. വെള്ളമൊന്നും നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ല. ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ചേക്കാം. നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ലോ ഫ്ലെയിം വെച്ചിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടി കൂട്ടി ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ ഒരു സൈഡ് വീതം പതുക്കനെ വേവത്തുള്ളൂ. തീ കൂട്ടി വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. അതിന് അടിഭാഗം നല്ലപോലെ പുളി വെന്ത് വരും. ഇത് വെള്ളം ചേർക്കാതെ വിനാഗിരി ചേർക്കാതെയാണ് ഈ പുളിയച്ചാർ തയ്യാറാക്കുന്നത്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ തിരിച്ചു മറിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന സാവധാനത്തിൽ വെന്ത് വരും. കച്ചപ്പ് മാറി മാറി വരുന്നു. ഫ്ലെയിം കൂട്ടിയിടരുത്, കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്നാണ് ഇത് വെന്ത് വരാന്. നമ്മൾ ഒരു വട്ടം ഇളക്കി വെച്ചിരുന്ന് രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാം. അടിഭാഗം നല്ലപോലെ വെന്തിട്ടുണ്ട്. പുളിയുടെ കളർ വരെ മാറി. ചെറിയ വെള്ളം നിന്നും വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇത് മതി. ഇരിക്കും തോറും ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും പുളി ആയതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിം വെച്ചേക്കാം. ഉപ്പ് വേണോ നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സാധാരണ അച്ചാർ കഴിക്കുന്ന പോലെ ഈ അച്ചാർ അധികം കഴിക്കരുത്. പുളി ബ്ലഡ് ലോസ് ആയി പോകുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പിന്നെ പ്രഷറും കൊളസ്ട്രോളും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഈ പുളി നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ തിളയൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇളക്കി ഇരിക്കുന്നതുകൊണ്ട് ഒറ്റയടിക്ക് തിളച്ചില്ല. ലോ ഫ്ലെയിമിൽ കിടന്നതാണ്ട് അങ്ങും ഇങ്ങനെയൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫാക്കാം. നമ്മുടെ അച്ചാറിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളം മതി കേട്ടോ. ഇതാരും അച്ചാറിനൊരു ടേസ്റ്റും വരുന്ന. അരപ്പൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. 4 വശം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് നടി കൂട്ടി ഇളക്കാം. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇനി ഇരുന്ന് തിളച്ച് ഒരുപാട് അങ്ങ് പുളി വെന്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വരത്തില്ല. ഇത്രയും മതി. ഈ ഒരു തിളപ്പിൽ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കി വെക്കണം. പുളിയച്ചാർ ഇടുമ്പോൾ ഇത്രയും തിളക്കുകയും വേവുകയും ചെയ്യാവുള്ളൂ. ഒരുപാട് അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. ഈ ഒരു വേവ് മതി. പച്ചമുളകായാലും വെളുത്തുള്ളി ആയാലും പുളി ആയാലും നല്ലപോലെ വെന്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. 4 വശവും ആവശ്യത്തിന് വെള്ളം ഊറി ഇറങ്ങിയിട്ടുമുണ്ട്. നല്ല അരപ്പ് വന്നിട്ടുമുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുളിയച്ചാർ ഇടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെള്ളമാകാതിരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആവുകയും ചെയ്യും. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കുകയും ചെയ്യും. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം.
എന്നിട്ട് ഇത് ആറിയിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുപ്പിയിലാക്കണം. ഈ അലൂമിനിയം പാത്രത്തിൽ ഈ അച്ചാർ വെച്ചേക്കരുത് ഒരുപാട് നേരം. അതുകൊണ്ട് നമ്മൾ ആറിയിട്ട് പെട്ടെന്ന് തന്നെ എയർ ടൈറ്റായ കുപ്പികളിൽ മാറ്റി സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് അച്ചാറാണ്. ഒരുപാട് ചാറും ഒന്നുമില്ലാതെ നല്ല കുറുകിയിരിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഇരുമ്പുള്ളി അച്ചാറാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വിനാഗിരി ഒട്ടും ചേർക്കാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് അച്ചാർ ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ യൂസ്ഫുള്ളായ വീഡിയോ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ കാര്യം ആരും മറക്കരുത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തരം അച്ചാറിട്ടതിൻ്റെ റെസിപ്പികളെല്ലാം എൻ്റെ കൂട്ടുകാർ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഈ ഇരുമ്പുള്ളിയുടെ മുളക് അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മുളക് പൊടിയൊക്കെ ചേർത്ത്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക്